ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് റിലേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം. തീരെ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയം മുതലേ സംസാരിക്കാനും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാനും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് തീരെ ഇല്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ അറിയാവുന്ന ആൾക്കാർ ചോദിക്കും, അതിന് നീ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ സ്റ്റേജിൽ കയറുന്നതിന് മുന്നും ഒരു മിനി ഹൃദയാഘാതം കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേജ് പെർഫോം ചെയ്യുന്നത്. പിന്നീട് ലൈഫിൻ്റെ ഏതോ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും എൻ്റെ കോൺഫിഡൻസ് ലെവൽ വല്ലാണ്ടങ്ങ് ഇല്ലാണ്ടായി. എനിക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കുക എന്ന് പറയുന്നത് ദൂരെ നിന്ന് കാണുന്ന ഒരു സ്വപ്നം മാത്രമായിട്ട് മാറി. പക്ഷേ ഇത്തവണ എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ട്രിവാൻഡ്രത്ത് വെച്ച് നടന്നൊരു RJ ഹണ്ടിന് പോവാണ് കേട്ടോ. പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരുപക്ഷെ എനിക്കിത് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ എന്നെക്കാളും കാലിബറുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. വേറൊരു ചേച്ചിയായിട്ട് നമ്മൾ പ്രൈസ് ഷെയർ ചെയ്യായിരുന്നു. ഒരുപക്ഷെ ഇത്രയും കാലിബറുള്ള ആൾക്കാരുമായിട്ട് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് കിട്ടിയ വിജയത്തെ വീണ്ടും ചെറുതായിട്ട് കണ്ടേനെ. ഇനി നമുക്ക് ഈ കഥയുടെ മറ്റൊരു ഭാഗം നോക്കാം. എൻ്റെ കൂടെ നിൽക്കുന്ന ഈ പിള്ളേരില്ലേ, ഇവരാണ് വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ളത്. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് റബ്ബറും കട്ടറും ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് കരയുന്ന കാലം തൊട്ടേ എന്നെ അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഡെയിലി കോൺവെർസേഷനോ ചാറ്റോ കോളോ ഒന്നുമില്ല. പക്ഷേ എന്തെങ്കിലും എനിക്കൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്ന കുറച്ച് ആൾക്കാരിലെ ചിലരാണിവർ. അന്നത്തെ ദിവസം മുഴുവൻ എൻ്റെ കൂടെ നിന്ന് നിന്നെക്കൊണ്ടിത് പറ്റും, നീ ഒന്ന് ശ്രമിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും എല്ലാവരുടെ ലൈഫിലും തോറ്റു പോകത്തില്ല എന്നുള്ളൊരു മനസ്സും തോറ്റു പോവില്ല നീ ഒന്ന് ശ്രമിക്കുമെന്ന് പറയാനായിട്ട് ഇതുപോലത്തെ ആൾക്കാരുമാണ് ആവശ്യമെന്ന്.